നെയ്യാറ്റിൻകര അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി എം ബഷീർ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച് ഉത്തരവിട്ട ഷാരോൺ രാജ് വധക്കേസ് കേരള മനസാക്ഷിയെ ഒട്ടാകെ ഞെട്ടിച്ചൊന്നായിരുന്നു. കോടതിയുടെ കണ്ടെത്തലുകളും സംഭവ വികാസങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ കേസിന്റെ പശ്ചാത്തലത്തിലേക്ക് പോയാൽ 2022 ഒക്ടോബറിലാണ് പാറശാല സ്വദേശിയായ ഷാരോൺ രാജ് കഷായത്തിൽ വിഷം ഉള്ളിൽ ചെന്ന് മരിക്കുന്നത്. സൈനികരുമായി ഉറപ്പിച്ച വിവാഹത്തിന് തടസ്സമാകും എന്നതിനാലും തങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ വിവരങ്ങളും ചിത്രങ്ങളും പുറത്തുവിടുമെന്ന ഭയം കാരണവുമാണ് കാമുകി ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ എന്ന അവർ ഈ പദ്ധതി ഇട്ടത്. അതിദാരുണമായ രീതിയിൽ കഷായത്തിലും ജ്യൂസിലും വിഷം കലർത്തി നൽകിയാണ് കൊലപാതകം നടത്തിയത്. കോടതി ഈ വിഷയത്തിൽ നടത്തിയ നിരീക്ഷണങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമായ അത്രയും പ്രത്യേകതയുള്ള ഒരു കേസായിട്ടാണ് പരിഗണിച്ചത്. കോടതി പരിഗണിച്ച ചില വിഷയങ്ങൾ ഇത് ഒട്ടും പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമേ ആയിരുന്നില്ല, മറിച്ച് മാസങ്ങൾ നീണ്ട കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് ഈ ഒരു കൊലപാതകം നടപ്പിൽ വരുത്തിയത്. അല്പാൽപമായി വിഷം നൽകുന്നതിനെ കുറിച്ചും അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചും ഇന്റർനെറ്റിൽ തിരഞ്ഞ് പഠിച്ച ശേഷമാണ് ഗ്രീഷ്മ ഇത് നടപ്പിലാക്കുന്നത്. അവരുടെ ഒരു മനസ്ഥിതി നോക്കൂ. മനസ്താപമില്ലാത്ത മനസ്സും ചതിക്കുന്ന മനസ്സും. തന്നെ പൂർണ്ണമായി വിശ്വസിച്ച ഒരാളെയാണ് ജ്യൂസ് ചലഞ്ചിന്റെയും പ്രണയത്തിന്റെയും പേരിൽ തന്ത്രപരമായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ ഒരു വിഷം നൽകുന്നത്. അതിനുശേഷം യാതൊരു മനസ്താപവും പ്രകടിപ്പിക്കാതെ തെളിവുകൾ നശിപ്പിക്കാനും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും വളരെ പ്രകടമായി ശ്രമിച്ചു. ഈ ഗ്രീഷ്മയുടെ പ്രായക്കുറവോ മുൻകാല കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമില്ലായ്മയോ ഒന്നും ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള കാരണമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് കോടതി അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കി. എന്തായാലും അത് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന വളരെ നല്ല ഒരു മൂവ് ആയിരുന്നു എന്ന് വേണം കരുതാൻ. 2 ലക്ഷം രൂപ പിഴയും തട്ടിക്കൊണ്ടുപോകലും വിഷം നൽകൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം പ്രധാനമായും വധശിക്ഷയും 2 ലക്ഷം രൂപ പിഴയും കൂടാതെ തട്ടിക്കൊണ്ടുപോകൽ, വിഷം നൽകൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം തടവ് ശിക്ഷ വേറെയും. 3-ാം പ്രതി അമ്മാവൻ നിർമ്മല കുമാരൻ നായർ എന്നവർക്ക് തെളിവ് നശിപ്പിച്ചതിന് 3 വർഷത്തെ തടവും, 2-ാം പ്രതി അമ്മ സിന്ധു എന്നവർക്ക് തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയപ്പുമാണ് സംഭവിച്ചത്. മാനവികതയ്ക്ക് നിരക്കാത്ത അതീവ ക്രൂരമായ കുറ്റകൃത്യമായതുകൊണ്ടാണ് കോടതി പരമാവധി ശിക്ഷയായ ഈ ഒരു സംഗതി നടത്തിയത്. ഈ മാനവികതയ്ക്ക് നിരക്കാത്ത അതീവ ക്രൂരവും തന്ത്രപരവുമായ കുറ്റകൃത്യമായതുകൊണ്ടാണ് കോടതി പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ ഈ ഒരു കുറ്റകൃത്യത്തിന് വിധിച്ചത് എന്നുള്ളതാണ്. ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കും ചിലത് പറയാനുണ്ട്. അതുകൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ട് കേൾക്കാവുന്നതാണ്. ഒരിക്കലും ആളിന്റെ മനോഭാവം നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലാണ് ഷാരോൺ അതിനോട് ചാറ്റ് ചെയ്യുന്നത്. ഈ ക്രൂരകൃത്യം ചെയ്തിട്ടും അത് ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മനോഭാവമല്ലേ. നമ്മുടെ പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഡെവിളിന്റെ ചിന്താഗതിയായിരുന്നു. ആ വാട്സ്ആപ്പ് ചാറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പ്രതി കുറ്റം സമ്മതിച്ച ശേഷം ഇതിന്റെ മഹസർ എഴുതാനും അതിനുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരിക്കലും കുറ്റബോധം തോന്നിയിട്ടില്ല. ഞങ്ങൾ ഒരുപാട് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ പല പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാര്യം സ്വന്തം മോളെ പോലെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഞങ്ങളോടൊപ്പം നിർത്തിയ ഒരാളിന്റെ ഒരു അന്വേഷണം നടത്താൻ പറ്റും. വരുമ്പോൾ ശത്രുഭാഗത്ത് നിന്ന് കണ്ടാൽ ഒരിക്കൽ പോലും ഇത്രയും ഒരു വിശാലമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഏകദേശം ഒരു 3 ലക്ഷത്തോളം ഫയലിൽ നിന്നും നമുക്ക് കേസിന് റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയ്ക്കും ദ്രുതഗതിയിൽ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ കാര്യമായിരുന്നു. ഇതിൽ FSL നമ്മുടെ സയന്റിഫിക് എക്സ്പെർട്ട് ദീപ മാം നമ്മളോടൊപ്പം നല്ല രീതിക്ക് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. 2020 മുതലുള്ള വാട്സപ്പ് ചാറ്റ് ഇപ്പോൾ ഇന്ന് തന്നെ കോടതിയിൽ പറഞ്ഞു 1 മിനിറ്റിൽ 20ഓളം മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പൊ ഇതെല്ലാം മംഗ്ലീഷിൽ മെസ്സേജിൽ അയച്ചു പോകുന്നത്. എല്ലാം ഈ ഇത്ര സമയത്തിനുള്ളിലാണ് ഇതെല്ലാം വായിക്കാനുള്ളത്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് അർത്ഥം പിടികിട്ടും. മംഗ്ലീഷിലായതുകൊണ്ട് ഒരു ചാറ്റ് തന്നെ 1-2 തവണ കൂടി വായിക്കേണ്ടി വരും.